ഹിസു ആണെങ്കിൽ ഫെറി ഫുൾ ഓടി എക്സ്പ്ലോർ ചെയ്യുക. അവിടെ കുറച്ച് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, ഇപ്പോൾ കണ്ടില്ലേ അത്. അവർ പറഞ്ഞു നെതർലാൻഡ്സിൽ നിന്നാണ്, ഫ്രം ജർമ്മനിയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഹിസു സ്പെൻഡ് ചെയ്ത് അവരുടെ കൂടെ കളിയും ബഹളവും ഒക്കെയാണ്. ഒരുപാട് വീഡിയോസ് അങ്ങനെ എടുക്കുന്നത് ശരിയല്ല, അതൊന്നും ഞാൻ എടുത്തില്ല. സച്ച് എ ഗുഡ് ടൈം. ആക്ച്വലി ഗ്രീസ് എന്ന് പറയുമ്പോഴത്തേന് എൻ്റെ ഒരു ഞങ്ങളുടെ രണ്ടുപേരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലമാണ് ഗ്രീസ്. അതിനകത്ത് സാന്റോറിനിയാണ് ഗ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ആക്ച്വലി സാന്റോറിനിയാണ്. അപ്പോൾ ഞങ്ങൾ സാന്റോറിനി പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. മെയിൻ ഡെസ്റ്റിനേഷൻ സാന്റോറിനി, പിന്നെ ഏതൻസും കൂടെ ഞങ്ങൾക്ക് കവർ ചെയ്യാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ പോകാനിരുന്ന ഡേറ്റിൽ ഞങ്ങൾക്ക് വിസ കിട്ടാനായിട്ട് ലേറ്റായി. അപ്പം ഞങ്ങൾ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് എന്നുള്ളത് ഞങ്ങൾ പിന്നെ സ്വിച്ച് ചെയ്ത് മാർച്ച് ഫസ്റ്റ് വീക്കാണ്. ഞങ്ങൾ രണ്ടുപേരും ഹോളിഡേക്ക് അപ്ലൈ ചെയ്ത് അപ്രൂവലൊക്കെ കിട്ടിയത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അത് മാറ്റി. എന്നിട്ട് എന്ത് പറ്റി, ഞങ്ങൾ അപ്പോഴത്തേന് ഭയങ്കര എന്താണ് ഒരു കുറച്ച് നമുക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് ഡിപ്രസ്ഡ് ആയിരുന്നു. പിന്നെയാണ് ഞങ്ങൾ പോകാനിരുന്ന എക്സാക്റ്റ് ഡേറ്റിൽ എർത്ത്ക്വേക്ക് ഉണ്ടായി. അവിടെ കുറച്ച് ഇതെല്ലാം ഐലൻഡ്സ് ആണ്. ഇപ്പം നമ്മൾ ഏതൻസിൽ നിന്ന് സാന്റോറിനി പോകണമെങ്കിൽ ഒന്നുകിൽ ബൈ ഫ്ലൈറ്റ്, ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് ബൈ ഫ്ലൈറ്റ് ആയിരുന്നു. തിരിച്ച് ഞങ്ങൾ ഫെറിയാണ് ബുക്ക് ചെയ്തത്. പിന്നെ ബൈ ഫെറി ഒക്കെ നമുക്ക് ട്രാവൽ ചെയ്യും. ഇതുപോലെ ഐലൻഡ്സ് ടു ഐലൻഡ്സ് ആണ്. ഐലൻഡ് ഹോപ്പിംഗ് ആണ് ഇവിടെ ഗ്രീസിൽ മെയിൻ ചെയ്യാനുള്ളത്. ഐലൻഡ് ഹോപ്പിംഗ് ചെയ്യാൻ ഞങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ ഈസി ഉള്ളതുകൊണ്ട് ഐലൻഡ് ഹോപ്പിംഗ് പറ്റത്തില്ല. ഒരു ദിവസമൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു മിനിമം ഒരു 3-4 ഐലൻഡ്സ് ഒക്കെ ഐലൻഡ് ഹോപ്പിംഗ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഈസി ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ഗുഡ് ഹോളിഡേ ടൈം ജസ്റ്റ് സ്പെൻഡ് ചെയ്യുന്ന പോലെയാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ബ്ലെസ്ഫുൾ എന്ന് പറയാം. ബൈ ലക്കി ഞങ്ങൾ എന്താണ് സാന്റോറിനിയിൽ അന്ന് എർത്ത്ക്വേക്കിൻ്റെ ടൈമിൽ ഞങ്ങൾ ലണ്ടനിൽ തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. സോ പിന്നെ ഞങ്ങൾ വിസയൊക്കെ കിട്ടിയപ്പോഴത്തേനും ഞങ്ങൾ സാന്റോറിനി പ്ലാന് ക്യാൻസൽ ചെയ്ത് ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐറ്റിനറി ചേഞ്ച് ചെയ്ത് ഇവിടെ നിന്നിട്ട് സാന്റോറിനി പോകാനുള്ള ഡേറ്റ്സ് ഞങ്ങൾ ഇവിടെ നിന്ന് വേറെ കൺട്രിയിലോട്ട് ട്രാവൽ ചെയ്യാതെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. സോ ഫാർ ഗുഡ്, സോ ഫാർ നൈസ് വെതർ, ആൾക്കാരൊക്കെ നൈസാണ്. കിഡ്സിനെയൊക്കെ ഭയങ്കര വെൽക്കമിങ് ആണ്. ഭയങ്കര നൈസായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് കുഴപ്പമാണ്. പക്ഷേ കിഡ്സുമായിട്ട് വരുമ്പോഴത്തേന് ഉള്ള ബ്രെഡ് ഐറ്റംസ് ആണല്ലോ കൂടുതലാണ്. ഈ സാലഡ്സ്, യോഗേർട്സ് ഒക്കെ കുഴപ്പമില്ല. സാലഡ്സ് പിന്നെ കബാബൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക്. പിന്നെ ബ്രെഡ് ഞാൻ അധികം അങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്നില്ല. പകരം പ്രോട്ടീൻ ലൈക്ക് ചിക്കനോ പിന്നെ എഗ്സൊക്കെയാണ്. അത് നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെയാണ് ഞങ്ങൾ നോക്കിയാണ് എടുത്തത്, ചെറിയൊരു കിച്ചൺ ഉള്ളത്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ എല്ലാം കൊണ്ടുവരാനായിട്ട് പറ്റും. ഇന്ന് തന്നെ ഞങ്ങൾ കുറച്ച് എഗ്ഗൊക്കെ കൊണ്ടുവന്നായിരുന്നു. ഓംലെറ്റൊക്കെ ചെയ്ത് അതൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്ന ദിവസത്തിന്. പിന്നെ ഞങ്ങളിപ്പം ഇവിടെ വന്നിട്ട് ഫെറീൻ്റെ ടിക്കറ്റ് ഞങ്ങൾ ഡയറക്റ്റാണ് എടുത്തത്. നിങ്ങൾക്ക് വരുന്നവർക്ക് ഇത് ഓൺലൈനും എടുക്കാൻ പറ്റും കേട്ടോ. ഓൺലൈൻ അവൈലബിൾ ആണ്. ഞങ്ങൾ ഡയറക്റ്റ് എടുത്തേണ്ട കാരണം നമ്മുടെ ടൈമിങ്ങിൻ്റെ ഒരു ഇത്, കാരണം മോളുമായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പം ലാസ്റ്റ് മൊമെൻറ്റ് എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ സ്പോട്ടിൽ എത്തിയിട്ടാണ് ഞങ്ങൾ അവൈലബിൾ ഫെറി നോക്കിയിട്ട് ടിക്കറ്റ് ഡയറക്റ്റ് എടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കത് ഓൺലൈനൊക്കെ ബുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഗ്രീസ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ സാന്റോറിനി മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. പിന്നെ എജീൻ ഐലൻഡ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ചെന്നിട്ട് പറയാം. സാന്റോറിനി ഞാൻ സാന്റോറിനിൻ്റെ ഡ്രീം പ്ലേസ് ആണ് ആക്ച്വലി, നോട്ട് ഓൺലി ഇൻ ബക്കറ്റ് ലിസ്റ്റ്, ഡ്രീം ഡെസ്റ്റിനേഷനാണ് സാന്റോറിനി. എന്തായാലും സാന്റോറിനി വരണം. ഇനി ഒരു സാന്റോറിനി ഇപ്പോൾ മാത്രമായിരിക്കണം. കാരണം ഗ്രീസ് വന്നിട്ട് സാന്റോറിനി കണ്ടില്ലെങ്കിൽ, കാരണം എനിക്ക് സ്റ്റിൽ റിമെമ്പർ സാന്റോറിനി എങ്ങനെയാണ് ഡ്രീം പ്ലേസ് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും എൻ്റെ സിസ്റ്ററും ഞങ്ങൾ ചെറുതിലെ ഹിന്ദി സീരിയലിൻ്റെ ആൾക്കാരായിരുന്നു. ഫ്രം സ്റ്റാർ പ്ലസ് എനിക്കൊന്ന് ഫ്രം ഞങ്ങളുടെ ഒരു 9th സ്റ്റാൻഡേർഡ് 8th സ്റ്റാൻഡേർഡ് തൊട്ടിട്ടേ ഞങ്ങൾ ഹിന്ദി സീരിയലായിരുന്നു കാണുന്നത്. വേറെ അങ്ങനെ മലയാളം സീരിയൽസ് ഒന്നും കാണത്തില്ലായിരുന്നു, റിയാലിറ്റി ഷോസൊക്കെ കാണും. അപ്പോൾ അതിനകത്ത് ഏ റിഷ്ത ക്യാ കെഹ്ലാത്തെ ഹി എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു. സോ അതിനകത്താണ് ഫസ്റ്റ് ഞാൻ സാന്റോറിനി കാണുന്നത്. സോ വൈറ്റ് ഡോംസ്, വൈറ്റ് ആൻഡ് ബ്ലൂ തീമിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും വൈറ്റ് ആൻഡ് ബ്ലൂ, ഈവൻ ദ സ്കൈ വ്യൂ, ഈവൻ സീ, പിന്നെ ഇറ്റ്സ് എന്താ പറയുക, സച്ച് എ ഫാൻസി ആൻഡ്
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. അപ്പോൾ അത് അന്നേ മൈൻഡിലുള്ളതാണ്. അപ്പോൾ അന്ന് ഒരു എത്ര ഇയേഴ്സ് ബാക്കാണ് അന്നേ ആഗ്രഹമുള്ള ഒരു പ്ലേസാണ്, മസ്റ്റ് വിസിറ്റ് ചെയ്യാനുള്ളത്. സോ സാന്റോറിനി മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. ഞാനവിടെ പോയില്ലെങ്കിലും ഞാനിത് റെക്കമെൻഡ് ചെയ്യും. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. അവിടെ ചെന്നിട്ട് ബ്ലൂ ഗൗണൊക്കെ ഇട്ട് എനിക്ക് ഇസുവിനും ഫോട്ടോസൊക്കെ എടുക്കാൻ. പിന്നെ വിസ ഡിലേ വന്നപ്പോഴത്തേനും ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്തു. ഈവൻ ഗൗൺ പോലും റിട്ടേൺ അല്ല, ആക്ച്വലി ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. സോ എന്തായാലും മസ്റ്റ് വിസിറ്റ്. സമ്മറിൽ നോക്കട്ടെ, ഇൻഷാ അല്ലാ സമ്മറിൽ പോകണം സാന്റോറിനിയിൽ. നമ്മൾ എജീൻ ഐലൻഡിലോട്ട് അടുക്കുന്നത് കേട്ടോ. ഐ ഷോ യു ദ വ്യൂ. ഞങ്ങൾ എജീൻ ഐലൻഡിലേക്ക് അടുക്കുന്നത് കേട്ടോ. സോ ദിസ് ഈസ് ദ ഐലൻഡ്. സോ വി ആർ ഓൾമോസ്റ്റ് ഹിയർ. യെസ്, എത്താറേ. ഇവിടെ ഒരു കിഡ്സ് സെക്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇസുവിൻ്റെ ഫ്രണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യുമായിരുന്നു ഇത്രയും നേരം. ഇസു സേ ബൈ. എന്താ ഇത്, കളിക്കാൻ കൊടുത്തില്ലേ? ഇവിടെ ഒരു കിഡ്സ് പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആൻഡ് ഓൾസോ സീ. ഓക്കെ ഓക്കെ, നമ്മൾ എജീന എത്തിയതോ? അത് എജീനാന്ന് തോന്നുന്നു. ഇത് എജീന അല്ല, വേറെ ആണോ? ഇത് ഓടുന്നു. സോ നമ്മൾ ഓൾമോസ്റ്റ് എത്തി കേട്ടോ. സോ ഞങ്ങൾ എജീൻ ഐലൻഡിൽ ഫെറിയിൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങി. ഇസു ഓൾ സെറ്റ്. ആൻഡ് ഇതായിരുന്നു ഫെറി, ഞങ്ങൾ വന്ന ഫെറി. അവർ ഇവിടെ നിർത്തിയിട്ട് വെള്ളമൊക്കെ കണ്ടോ, മോട്ടറൊക്കെ ഡ്രെയിൻ ചെയ്യുന്നു അണ്ടറിൽ. ഇവിടുന്ന് അവർ വീണ്ടും തിരിച്ചു പോവും. ഇപ്പം ഏതൻസിലേക്ക് പോവും. ഇതാണ് പോർട്ടിൻ്റെ വ്യൂ. നമ്മൾ ഇറങ്ങി ഞങ്ങൾ ഐലൻഡിലേക്ക്. ഇവിടുന്ന് കുറച്ച് വെതർ കുറച്ച് കാറ്റുണ്ട്. അതെന്തായാലും ഐലൻഡ് ആകുമ്പോഴത്തേന് പിന്നെ സീയുടെ സൈഡായതുകൊണ്ട് കാറ്റ് പ്രതീക്ഷിക്കാം. കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറയുമെന്ന് തോന്നുന്നു. എനിവേ സച്ച് എ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഗ്രീസിൽ വരുന്നുണ്ടെങ്കിൽ ഐലൻഡ് ഹോപ്പിങ്ങിനായിട്ട് വരണം കേട്ടോ. സോ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. കാറ്റുണ്ട് നല്ല. കണ്ണിൽ ഗ്ലാസ് വെച്ച് കൊടുക്ക്, കണ്ണിന്ന് വെള്ളം വരുന്നു. ഇസുവിന് ഗ്ലാസ് വെക്കും ഇസു. സോ കണ്ണിന്ന് വെള്ളം വരില്ല. ജസ്റ്റ് വെക്കുമ്പോൾ ബ്രേക്ക് ഇട്ട് വെച്ചാൽ മതിയേ. ഇസു സേ ഹായ്. ഇസു കണ്ണിൽ വെച്ചോ, അല്ലെങ്കിൽ കണ്ണിന്ന് വെള്ളം വരും പൊന്നാ. My girl is good girl. No, you are not a good girl. Okay, നീ ഇല്ല കേട്ടോ. മിമി എടുത്തു കേട്ടോ ഗ്ലാസ് വെച്ചാൽ കണ്ണിന് വെള്ളം വരില്ല. ഇറ്റ്സ് വെരി വിൻഡി ഹിയർ. ഇസു ഫെറിന്ന് ഇറങ്ങിയിട്ട് ഇസു ഭയങ്കര ഫെറി മിസ് ചെയ്തിട്ട് കുറച്ച് വേണ്ട അല്ലേ ഇസു കണ്ണാടി ഒന്നും വെക്കുന്നില്ല. കണ്ണിന്ന് വെള്ളമൊക്കെ വരുത്തിയിരിക്കുക അല്ലേ ഇസു? വെക്ക്, കണ്ണാടി വെക്ക്. കണ്ണിന്നപ്പം വെള്ളം വരില്ല. അതാണോ വേണ്ടേ? ഓക്കെ, ഓക്കെ. ഗ്ലാസ് ഇവിടെ വെച്ചേക്കാം. ഇസുവിന് തോന്നുമ്പോൾ വെക്കുക കേട്ടോ. ഇസുവിന് ഉറക്കം വന്നിട്ടാണ്. ഇസു കുറച്ച് ഇറങ്ങിയപ്പോൾ സീന ഇസുവിന് ഉറങ്ങണം, മാംഗോ കഴിക്കണം. സീ ഹൗ ഷീ സ്ലീപ്പിംഗ്. പാവം, നല്ല ഉറക്കം വന്നു കേട്ടോ അവൾക്ക്. ഷീസ് ട്രൈങ് ടു സ്ലീപ്പ്. ഉറങ്ങിക്കോ. ഇസു ഉറക്കമായി. ഇസു കുറച്ച് കരഞ്ഞു. ഇപ്പോൾ ഉറങ്ങി. അങ്ങനെ ഞാൻ എടുത്ത് ഇസുവിനെ ഉറക്കി. ഞങ്ങളിവിടെ വന്നു. എജീൻ ഐലൻഡിലെത്തിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്നൊരു റെൻ്റ് കാർ എടുത്തു. ഇപ്പം ഷാനു കാർ സീറ്റൊക്കെ സെറ്റ് ചെയ്യും. അവർ കാർ സീറ്റും പ്രൊവൈഡ് ചെയ്തു. ദാറ്റ്സ് എ ബെസ്റ്റ് തിങ്. സോ ഇനി ഞങ്ങളൊരു
ചെറിയ പ്ലാൻ, ഇവിടെയൊക്കെ കറങ്ങണമെന്ന് സഡൻ പ്ലാൻ ഇപ്പോൾ ഇടാൻ പോകുന്നതേ ഉള്ളൂ. ലെറ്റ്സ് സീ. നമ്മൾ കാർ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ എടുത്ത് വയ്ക്കണം. അത് എവിടെ ചെന്ന് എടുത്തു കഴിഞ്ഞാലും ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ റെൻ്റ് കാറാണ് എടുക്കുന്നതെങ്കിൽ ഏത് കൺട്രിയിൽ എവിടെ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ മേക്ക് എ വീഡിയോ. പിന്നെ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ടൈമിൽ, കാരണം നമ്മൾ ഹോൾഡിംഗ് ഡെപ്പോസിറ്റ് കൊടുക്കുമല്ലോ, സോ അവർക്ക് അൺനെസസറി ആയിട്ടൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സേഫായിട്ട് ഡ്രൈവ് ആണ്, നമ്മൾ സേഫ് ആണെങ്കിൽ. എന്താ പ്ലാൻ? നമ്മൾ എവിടെ പോകുന്നത്? നമ്മൾ വണ്ടി എടുത്ത് എജീൻ ഐലൻഡ് ഒക്കെ ഒന്ന് ഫുള്ള് കറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ. പക്ഷേ നമ്മുടെ ഐറ്റിനറി മാസ്റ്റർ ആരാണ്? ChatGPT. ChatGPT എടുത്ത് പെട്ടെന്ന് നമ്മൾ ചോദിക്കും. കാരണം ഈ ഈവനിങ്ങിന് മുന്നേ കറങ്ങാൻ പറ്റുന്ന ചെറിയ ഐലൻഡാണ്, നമുക്കതിന് മുന്നേ ഫുള്ള് കവർ ചെയ്യാം എന്നുള്ള ടാർഗറ്റാണ്. സോ ChatGPT എങ്ങോട്ടാണോ ഞങ്ങളടുത്ത് പോകാൻ പറയുന്നത് നമ്മൾ അങ്ങോട്ട് പോരാൻ പ്ലാൻ. ഓക്കെ. ഇവിടെ അങ്ങനെ റൂളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു കാർ സീറ്റ് സെറ്റ് ചെയ്യാൻ. നോക്കാം. ബാക്ക് കാർ സീറ്റിലും പിന്നെ ഫ്രണ്ടിലൊക്കെ ആയിട്ടൊക്കെ ഇരുത്താം യൂസുവിനെ. നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അങ്ങനെ റൂളൊന്നും ഇല്ല, അൺലെസ് വി ആർ ഡ്രൈവിങ് സേഫ്ലി, അൺലെസ് വി ആർ ടേക്ക് കെയറിങ് എവരി വൺ. അങ്ങനെയല്ലേ അവർ പറഞ്ഞേ? സോ ഇവിടെ അങ്ങനെയൊന്നുമില്ല. യൂഷ്വലി എനിക്ക് തോന്നുന്നു ഐലൻഡ്സിലൊക്കെ അങ്ങനെ ഒരു ഇതാന്ന് തോന്നുന്നല്ലേ, സെൽഫായിട്ടുള്ള റൂൾസും അല്ലേ, കുറച്ചും കൂടെ ഫ്രീ. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ലക്ഷദ്വീപ്, പിന്നെ മറ്റ് ഐലൻഡിൻ്റെ പേരെന്തുമായിരുന്നു, മെരിക്കോ ഐലൻഡ് അല്ലല്ലോ. നമുക്ക് ChatGPT അടുത്ത് ചോദിക്കാം അല്ലേ. ബിഫോർ 6 PM അല്ലേ? നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാവേ. അതായത് സജസ്റ്റ് മീ വേർ വി ക്യാൻ എക്സ്പ്ലോർ ഇൻ എജീൻ ഐലൻഡ് ബിഫോർ 6 PM ആൻഡ് ഓൾസോ വി റെന്റ് എ കാർ, വി ഹാവ് എ കിഡ്. ഞങ്ങളിതാ ChatGPT ഞങ്ങൾക്ക് തന്ന ഐറ്റിനറി ടെമ്പിൾ ഓഫ് എഫേയ, എഗിയോസ് നെക്ടോറിയസ് മൊണാസ്ട്രി വേണ്ട, പിന്നെ പെഡിക്ക വില്ലേജ്, എജീന ടൗൺ ആൻഡ് വാട്ടർ ഫ്രണ്ട്. നമുക്ക് ഇത് ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ടൈമൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചായിട്ട് നമുക്ക് കിട്ടും. സോ നമുക്ക് കൊളോണ ആർക്കിയോളജിക്കൽ സൈറ്റ് ആൻഡ് ബീച്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്താലോ? Okay, so Colonna archaeological site. Are there small ancient ruins near the port with a family-friendly beach nearby for a quick swim? The water is shallow, making it great for kids also. That also nice, right? So let's start exploring Aegean Island. Isu is drinking milk. ഇസുവിനെ ബാക്കിൽ വെക്കാൻ നോക്കി, പക്ഷേ ഇസു ഈസ് നോട്ട് കോർപ്പറേറ്റിംഗ്. ആൻഡ് ഓൾസോ കാർ സീറ്റ് അത്ര സ്ട്രോങ് അല്ല, ക്ലിപ്പൊന്നും വീഴുന്നില്ല. സോ വി തോട്ട് വുഡ് ബി ബെറ്റർ ടു കീപ് ഹെർ ഹിയർ. എനിവേ ഇറ്റ്സ് എ സ്മോൾ ഐലൻഡ്. ആരും ഇമിറ്റേറ്റ് ചെയ്യേണ്ട കേട്ടോ ഇത്. കാരണം ഗ്രീക്ക് റൂൾ വെച്ചിട്ട് അണ്ടർ 12 year ഓഫ് ഓൾഡ് കിഡ്സിനെ ബാക്കിൽ തന്നെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് വിത്ത് കാർ സീറ്റ്. സോ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാ ദുബായിൽ, UAE GCC കൺട്രീസിലപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാ. ഐ തിങ്ക് ഷാനു ആഫ്റ്റർ 1 year ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്. എയർ നോക്കാനാ ഷാനു ഇറങ്ങി ജസ്റ്റ് എയറൊക്കെ ചെക്ക് ചെയ്ത്. എയർ ഉണ്ടോ ഫുള്ളാ? വോട്ട് എന്തൊരു സന്തോഷാ. ഹലോ, ഹാപ്പി? ആർ യു ഹാപ്പി മൈ ഗേൾ? റൈറ്റാ. ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ, എവിടെയാണോ നമ്മൾ ഏത് ഡെസ്റ്റിനേഷനിലാണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ കാണാം കേട്ടോ. ഞങ്ങൾ ലൊക്കേഷനൊക്കെ നോക്കി മാപ്പൊക്കെ നോക്കി ഒന്ന് തപ്പട്ടെ ഐലൻഡ് ഫുള്ള്. ഞങ്ങൾ ഈ ഐലൻഡിൻ്റെ സൈഡിൽ കൂടെ അല്ലേ, ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ റെസ്റ്റോറൻ്റ് തപ്പി. എന്താ നമ്മൾ വന്ന സ്ഥലത്തേക്ക് പോയി കഴിച്ചിട്ട് വന്നാലോ? അവിടെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും കണ്ടില്ലല്ലേ ആക്ച്വലി. നമ്മൾ
ഇവിടെ ഇത്ര ബ്യൂട്ടിഫുൾ ആണെങ്കിൽ സാന്ററിനി എന്തായിരിക്കും അല്ലേ? ഒന്നാലോചിച്ച് നോക്ക്. അതുകൊണ്ട് നമ്മളെ ബൈക്ക് എടുത്ത പിള്ളേർ ഇവിടെ വന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഉള്ള ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോന്നീ. നല്ല വിശപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇസുവിന് നല്ല വിശപ്പ്. സോ ഞങ്ങളിവിടെ റെസ്റ്റോറൻറ്റ്സ് തപ്പി കുറച്ച് നേരമായിട്ട് നടക്കുന്നു അല്ലേ ഷാനു? സോ ലെറ്റ്സ് സീ. അങ്ങനെ ഞങ്ങൾ അറ്റ് ലാസ്റ്റ് തപ്പി പിടിച്ച് ഒരു ബീച്ച് സൈഡുള്ള റെസ്റ്റോറൻറ്റ് കിട്ടി. ഫുഡ് ആവാൻ കുറച്ച് ലേറ്റ് ആവും. 10-15 മിനിറ്റ്സ് എടുക്കും. ഇസുവിന് നല്ലപോലെ വിശന്നു കേട്ടോ. സോ ഞാൻ അവരോട് പറഞ്ഞു ഒരു കുക്കുംബർ, ഒരു 1 പീസ് ഓഫ് കുക്കുംബർ തരാൻ പറഞ്ഞു. അപ്പോൾ അവരിതാ ഒരു സ്മോൾ പ്ലേറ്റ് ഓഫ് കുക്കുംബർ തന്നു. ഇസുദാ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഷാനു പോയി വണ്ടിയിൽ നിന്ന് ഫ്രൂട്ട്സ് എടുക്കാമെന്ന് വിചാരിച്ച് പോയി. അതെടുത്തിട്ട് വന്നു. അവർ കുക്കുംബർ തന്നാണ്. ഞാൻ അവരോട് ഒരു കുക്കുംബർ തരാൻ പറഞ്ഞു. അവിടെ എത്തി ഓർഡർ ചെയ്തെങ്കിലും ഈസുവിന് വിശപ്പ് സഹിക്കാൻ പോയി. പിന്നെ ഞാൻ അവരോട് കുറച്ച് കുക്കുംബറൊക്കെ തരാൻ പറഞ്ഞു. ഓൾറെഡി ബാഗിലുണ്ടായിരുന്ന മാംഗോയും കുക്കുംബറും ഒക്കെ കഴിച്ച് ഈസു സെറ്റായിരുന്നപ്പോഴേക്കും ഞങ്ങളുടെ ഫുഡ് എത്തി. ഇറ്റ്സ് എ മെഡിറ്ററേനിയൻ ക്യൂസിൻ റെസ്റ്റോറൻറ്റ് ആക്ച്വലി. ഞങ്ങൾ ചിക്കൻ്റെയും ഫിഷിൻ്റെയും കുറച്ച് ഡിഷസൊക്കെ ഓർഡർ ചെയ്ത്. ഇറ്റ് വാസ് ഗുഡ് ആൻഡ് യം ആക്ച്വലി. പാലക്ക് പോലത്തെ ടെക്സ്ചറിലുള്ള വേറെ എന്തോ വെജിറ്റബിൾസൊക്കെ അവർ ബോയിൽ ചെയ്ത് സൈഡായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഫിഷ് മെയിൻലി ഓർഡർ ചെയ്യാനുള്ള കാര്യം ഈസു തന്നെയാണ്. അതാകുമ്പോൾ ഈസുവിനും കഴിക്കാമല്ലോ. ചിക്കനും ഈസു കഴിക്കാറുണ്ട്. എന്നാലും ഫിഷ് കഴിച്ചിട്ട് കുറേ ദിവസമായിരുന്നു ഞങ്ങൾ ഇവിടുത്തെ ഫിഷൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഐലൻഡിൻ്റെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. സണ്ണി ആയിരുന്നത് കൊണ്ട് എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഹോൾ ഐലൻഡ്. പീപ്പിൾ ഓൾസോ വെരി പൊളൈറ്റ് ആൻഡ് കൈൻഡ് ഹേർട്ടഡ്. ഞാൻ മുൻപും കേട്ടിട്ടുണ്ട് ഐലൻഡിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര പൊളൈറ്റ് ആയിരിക്കും എന്നുള്ളത്. അത് ശരിക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ എജീൻ ഐലൻഡ് ഒരു ഐലൻഡാണല്ലോ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഉള്ളൊരു റോഡ് വേ എടുത്തിട്ട് ഞങ്ങൾ വിചാരിച്ച് മൗണ്ടെയ്ൻസിൻ്റെ മേലേക്ക് ഡ്രൈവ് ചെയ്ത് പോവാം. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ട് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ കൂടെ, അതായത് ഞങ്ങൾ ടോപ്പിലേക്ക് ഡ്രൈവ് ചെയ്തിട്ട് സൈഡിൽ കൂടെ ഐലൻഡിൻ്റെ സൈഡിൽ കൂടെ തിരിച്ച് ഇറങ്ങി കവർ ചെയ്ത് വരാനുള്ള പ്ലാനിൽ. ബട്ട് ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ ഫുള്ള് സീയും സെൻട്രൽ റോഡ് എടുത്ത് നമ്മൾ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് കണ്ടോ ഫുള്ള് ഗ്രീൻ മൗണ്ടെയ്ൻസ് സെൻട്രലിൽ കൂടെ, അതായത് ഐലൻഡിൻ്റെ സെൻട്രലിൽ കൂടെ മേളിലേക്ക് ഫുള്ള് മൗണ്ടെയ്ൻസും ഗ്രീനറിയും ട്രീസും അങ്ങനെ. എന്നിട്ട് സൈഡ് ഫുള്ള് ചുറ്റിയിട്ട് സീ. ഭയങ്കര രസമാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ? ഭയങ്കര രസമല്ലേ? നമുക്ക് ആ ഒരു സീ എക്സ്പീരിയൻസും കിട്ടുന്നുണ്ട്. ദാ ഇതുപോലെയുള്ള വ്യൂസും. അവിടെ അതാ വേറെ ഐലൻഡാ കാണുന്ന ആ സീയുടെ അവിടുത്തെ വ്യൂ. വേണ്ട നിർത്തുന്ന കുറച്ച് റിസ്കാ. കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അവിടെ? സീ, അത് സീയാണ്. ഐലൻഡിന്റെ ആ മൗണ്ടെയ്ൻസിന്റെ മുകളിൽ ഞങ്ങൾ ഏകദേശം എത്തി. സീ, വാ. അതെ ഇടാൻ പറ്റുന്നുണ്ടേ. ഇതിന്റെ ഫ്രണ്ടിലോട്ട് നമുക്ക് വേണ്ടേ. വാവ്, അടിപൊളി ഷാനു. ഞങ്ങൾ ആ മൗണ്ടെയിൻ കയറി വന്ന് ഒരു ബീച്ചിൽ വന്നു. Look at the beauty. ഷാനി, അടിപൊളിയല്ലേ? അടിപൊളി.
അപ്പോൾ സാന്റോറിനി എങ്ങനെയായിരിക്കും ഇവിടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആണെങ്കിൽ അല്ലേ? ഞങ്ങൾ പയ്യെ നടന്ന് ആ പോർട്ടിൻ്റെ അങ്ങോട്ടുള്ള നോക്കട്ടെ. ആ ഓക്കെ. എവിടെയാ? പോർട്ടില്ല? ഓ അങ്ങനെ. ആ കുളിക്കാനൊക്കെ പറ്റുന്നല്ലേ? ഒരു പ്രൈവറ്റ് ബീച്ച് തന്നെ. നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ, ആരുമില്ല, ടൂറിസ്റ്റ് ഒന്നും ഇല്ല അല്ലേ? ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് ബീച്ച് അല്ലേ? നമ്മൾ ആ അതന്നെ ഒരു ഷോ യു സി. ഇംഗ്ലീഷ് ഇല്ലാത്തതുകൊണ്ട് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം നമുക്ക് നടന്ന് അങ്ങോട്ട് പോവാം. എന്തിലോട്ട് പോയാലോ? ശരിക്കും പറഞ്ഞ ചെറിയൊരു അഡ്വഞ്ചർ സ്പോട്ട് തന്നെയാണല്ലേ? Dreams take me higher into the blue unknown. Feel the fire burning, heart made of stone. Ride with the wild wind. ഈസുവിന് ഉറക്കം വന്ന് ഈസു പറഞ്ഞു കേട്ടോ. See the view. സെൻട്രലിൽ കൂടെ പോയിട്ട് റിട്ടേൺ ഞങ്ങൾ ഐലൻഡിൻ്റെ സൈഡിൽ കൂടെ, അതായത് ബീച്ച് വ്യൂ അല്ലേ, ബീച്ച് സൈഡിൽ കൂടെ റിട്ടേൺ ഇറങ്ങി അല്ലേ? അങ്ങനെ ഞങ്ങളൊരു ചെറിയ ഡ്രൈവ് എടുത്ത് ഐലൻഡ് ഫുള്ള് കണ്ടു. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. സീസൺ അല്ലായിരുന്നത് കൊണ്ട് ഐലൻഡ് ഒന്നും അത്ര ബിസി അല്ലായിരുന്നു, പക്ഷെ അതുകൊണ്ട് റഷൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കാണാനുള്ള അവസരം കിട്ടി. എന്തായാലും ഞങ്ങൾ ഈവനിങ്ങിൽ ഫെറിയിൽ തിരിച്ച് ഏതൻസിലെത്തിയിട്ട് ഇന്നലെ ഞങ്ങൾ വന്ന് ഗൈറോസ് കഴിച്ചില്ലേ നൈറ്റിൽ, ആ സെയിം റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ വന്നു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും. സോ ഇന്ന് ലാസ്റ്റ് നൈറ്റ് ഇൻ ഏതൻസ് ആണ്. നാളെ നമ്മൾ റിട്ടേൺ ഫ്ലൈറ്റിന് ഇവിടെ നിന്ന് മോർണിംഗ്, നാളെ നമുക്ക് 8 o'clock ഇവിടെ നിന്ന് റിട്ടേൺ ഫ്ലൈറ്റ് ടു സം അതർ കൺട്രി ആക്ച്വലി. സോ ഫസ്റ്റ് ഞങ്ങളിവിടെ വന്നിട്ട് ഓബർജിൻ സാലഡ്, പിന്നെ ഇവരുടെ ഒതൻറ്റിക് ബ്രെഡ്, ഭയങ്കര സോഫ്റ്റ്, അത്ര ഹാർഡൊന്നുമല്ല. പീറ്റ ബ്രെഡ് ആണ് ഭയങ്കര സോഫ്റ്റ് പീറ്റ ബ്രെഡ്. ഇസു ആക്ച്വലി പീറ്റ ബ്രെഡ് കഴിക്കുക ഇവിടെ. പിന്നെ നമ്മൾ എന്താ ഓർഡർ ചെയ്തത്? സൗലാക്കി കബാബ്, ചിക്കൻ സൗലാക്കി, പിന്നെ ചിക്കൻ കബാബ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ സൗലാക്കി ഒന്നും പറഞ്ഞത്. ഇന്നലെ നമ്മൾ ഇന്നലെ ഞങ്ങൾ വയറ് ഫുള്ളായിരുന്നു ആക്ച്വലി, അത്രയും വിശപ്പില്ലായിരുന്നു. അപ്പം നമ്മൾ ചിക്കൻ ഗൈറോസ് ടേസ്റ്റ് ചെയ്തു. ഒരെണ്ണമായി ഞങ്ങൾ 2 പേര് കഴിച്ചു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്ന് ടേസ്റ്റ് ഫുഡ് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നതാണ്. സൗലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതില്ലേ, നമ്മുടെ ടിക്ക ഇല്ലേ, ചിക്കൻ ടിക്ക പോലെ, അതുപോലെ സ്ക്രൂവറിൽ അവർ ഗ്രില്ല് ഇത് ചെയ്ത് തരുന്നത്, ചാർക്കോൾ ചെയ്യുന്നത്. അതുപോലെ ചിക്കൻ കബാബും പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, എന്തായാലും ഒബ്വിയസ്ലി ടേസ്റ്റ് ഉണ്ടാവും ഉറപ്പാണ്. ഇസു ബ്രെഡൊക്കെ കഴിച്ചിട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. വരുമ്പോൾ അതും കൂടെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതിവിടെ വൈകിട്ട് ചെയ്യുന്നു. നാളെ മോർണിംഗ് ഫ്ലൈറ്റ് 8 o'clock. സോ നമുക്കൊരു 4:30 ഹായ്. Chicken souvlaki and chicken kebab. താങ്ക് യു. സോ ഇതാ ചിക്കൻ സൗലാക്കി, ചിക്കൻ കബാബ് വന്നു. അതിൻ്റെ കൂട്ടത്തിലും ബ്രെഡ് ഉണ്ട് കേട്ടോ. ഇത് ഓരോന്നും കൂടെ പറയാമല്ലേ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവരൊരു ഗസ്റ്റർ ഓഫ് കോംപ്ലിമെൻ്റ് പോലെ മൂസും പിന്നെ 2 കേക്ക് പോലെ, പക്ഷെ കേക്കല്ല, എനിക്കിപ്പോൾ നമ്മുടെ റവയില്ലേ അതിൻ്റെ സ്വീറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഗീ ഒക്കെ വെച്ചിട്ടുള്ളൊരു ടൈപ്പ് കേക്കാണ്. സോ നൈസ്. ഓക്കെ, അപ്പം ഇനി പുതിയൊരു കൺട്രി, പുതിയൊരു വിശേഷങ്ങൾ ആയിരിക്കും അടുത്ത വീഡിയോയിൽ. അപ്പം കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.